തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എവിടം വരെ എത്തി? ദേശീയപാത ഉദ്ഘാടനത്തിന് കേരള സർക്കാരിൽ റിയാസിനെ വിളിച്ചില്ല എന്നൊരു പരാതി കേരള സർക്കാർ ചടങ്ങ് ബഹിഷ്കരിക്കുന്നുണ്ട്. അവരല്ലേ പറഞ്ഞത് അവരുടെ പരിപാടിയാണ്, പദ്ധതിയാണ്. ഇത് പൂർത്തീകരിക്കാത്തൊരു പദ്ധതിയാണ് ഇപ്പോൾ കൂടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കേരള സർക്കാരിനും പങ്കാളിത്തമുണ്ട്. അവരാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് പൂർത്തീകരിക്കാത്ത പദ്ധതിയാണ്. ഓരോ സ്ട്രെച്ച് എന്ന് പറഞ്ഞിട്ടാണ് ദേശീയപാത പൂർത്തീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അത്രേ ഉള്ളൂ. പക്ഷെ കേരള സർക്കാരും അതിനകത്ത് മുഖ്യപ്രതിയാണ്. അവരുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കുറെ നാൾ മുമ്പ് ചിത്രീകരിച്ചതാണിത്. എല്ലായിടത്തും പ്രശ്നങ്ങളായിരുന്നു. റോഡ് പൊട്ടിപ്പൊളിഞ്ഞു, തകരാറായി, എഞ്ചിനീയറിംഗ് ഫോൾട്ടാണ്, ഡിസൈൻ ഫോൾട്ടാണ്, മണ്ണ് ഉപയോഗിക്കുന്നത് മോശമാണ്. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷെ ഇപ്പൊ അതിനകത്ത് പ്രധാനമന്ത്രി വരുമ്പോൾ ഒരു ഉദ്ഘാടനമാണ്. ഈ ചടങ്ങിൽ ക്ഷണിക്കാത്തൊരു ഫെഡറൽ തത്വങ്ങളോടുള്ള ഒരു അനീതിയാണെന്ന് കരുതുന്നില്ലേ? അല്ല, കേന്ദ്ര ഗവൺമെന്റിന് വല്ല ഫെഡറലിസത്തോട് വല്ല ബാധ്യതയുണ്ടോ? പക്ഷേ ഇതേ കേരള ഗവൺമെന്റല്ലേ കേന്ദ്രത്തിന് എല്ലാ പിന്തുണയും കൊടുക്കുന്നത്. PM-ശ്രീ വന്നപ്പോൾ നമ്മൾ കണ്ടതല്ലേ. മന്ത്രിമാർ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് പറയുന്നത്. പക്ഷെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്നുണ്ട്. അല്ല, അത് അവർക്ക് പ്രത്യേക പ്രിവിലേജ് ഉള്ളവരാണ് അവരൊക്കെ. രാവിലെ മുതൽ കേസിന്റെ വീട്ടിലെ നേതാക്കൾ ഓരോരുത്തരെ എത്തുകയാണ്. എപ്പോഴത്തേക്ക് ഒരു പട്ടിക വരും? നാട്ടിലെ ആളുകൾ കാണണമെന്ന് പറഞ്ഞാൽ കാണുന്ന സ്വാഭാവികമല്ലേ. അവരുടെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമായതുകൊണ്ട് ഒരു പ്രത്യേകത ഇല്ല കൂടിക്കാഴ്ചകൾക്ക്. എന്തായാലും ഇല്ല, തർക്കങ്ങളൊന്നും കാര്യമായിട്ടൊന്നും. തർക്കങ്ങളെ കുറിച്ച് ലക്ഷ്യം എല്ലാവരുടെയും ഒന്നായതുകൊണ്ട് പാർട്ടിയെ വിജയിപ്പിക്കുക എന്നുള്ളതായതുകൊണ്ട് ശരത്ചന്ദ്ര പ്രസാദും അജയ് തറയിലും പോലെയുള്ളവർ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് സംബന്ധിച്ച് വലിയ പ്രശ്നം നിൽക്കും CMPക്ക് കൊടുക്കുന്നതിൽ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അല്ലല്ല ഇന്ന് രാവിലെ ഒരു ചാനലിൽ കേട്ടു. ഇന്ന് രാവിലെ ഞാൻ KC വേണുഗോപാൽ മത്സരിക്കാൻ വരുന്നതുകൊണ്ട് മറ്റ് MP-മാർക്കും മത്സരിക്കും. ഇതൊക്കെ ഇങ്ങനെ ഊഹാപോഹങ്ങൾ അടിച്ചുവിടുന്നതിനകത്ത് എന്നോട് ആദ്യം ചോദിക്കണ്ടേ എന്റെ കാര്യം? ഞാൻ പലവട്ടം പറഞ്ഞതാണല്ലോ. ഇതൊക്കെ ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നല്ല കോടിയിലായിട്ടുള്ള, എനിക്ക് തോന്നുന്ന ഇത്രയും നല്ല കോടിയിലായിട്ടുള്ള ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ല അടുത്ത കാലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.